സ്റ്റോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാം സ്റ്റോക്സ് എത്തിയിരിക്കുന്നത് തൊടുപുഴയുടെ ഹൃദയഭാഗത്താണ്, അതായത് നമ്മുടെ മ്യൂസിക് ലാൻഡിലാണ്. മ്യൂസിക് ലാൻഡിന്റെ എല്ലാമായ മോഹനൻ ചേട്ടനാണ് ഇന്നത്തെ അതിഥി. ചേട്ടന്റെ വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവെക്കാം. മോഹൻ ചേട്ടനെ സാം സ്റ്റോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, സ്വാഗതം. നമസ്കാരം. ചേട്ടാ, നമ്മുടെ മ്യൂസിക് ലാൻഡ് പേര് പോലെ തന്നെ നിറച്ച് ഇൻസ്ട്രുമെന്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഷോപ്പ് തുടങ്ങാനുണ്ടായ ഒരു പ്രചോദനം എന്താണ്? പ്രചോദനം ശരിക്കും പറഞ്ഞാൽ മ്യൂസിക്കായിട്ട് ഒരു മനസ്സിൽ സംഗീതം ഉണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ നമുക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ടിലൂടെയാണ് എനിക്ക് മ്യൂസിക്കിലേക്ക് ഞാൻ വന്നത്. പാട്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ കോമ്പറ്റീഷനൊക്കെ കൂടി പാട്ട് പാടുമായിരുന്നു. ചെറുപ്പം മുതലേ അങ്ങനെ പാട്ട് പാടുമായിരുന്നു. അപ്പം അങ്ങനെ സ്കൂളിലൊരു ആനിവേഴ്സറി സമയത്ത് ഇങ്ങനെ മ്യൂസിക് ഓർക്കസ്ട്ര അവിടെ വിളിച്ചു. അങ്ങനെ ഓർക്കസ്ട്രയിൽ ഇങ്ങനെ ഗിറ്റാർ വായിക്കുന്ന ഞാൻ കണ്ടു. ഗിറ്റാർ വായിക്കുന്ന ആളാണല്ലേ? അപ്പോൾ ഞാൻ ഗിറ്റാറിലേക്ക് എനിക്ക് പഠിക്കണം താല്പര്യം തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ. പിന്നെ കട തുടങ്ങാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരാൾക്ക് ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് ഒരു ദിവസം വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് അപ്പം പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇവിടെ ഈ ബിൽഡിംഗ് ഇവിടെ പണിയാനായിട്ട് നോക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം തോന്നിയപ്പോൾ ഒരു ചെറിയ മുറി എനിക്ക് തരുമോ എന്ന് ചോദിച്ച് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ചെറുതായിട്ട് താഴെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സംഗീത ഉപകരണങ്ങൾ കുറേ എടുക്കുകയും അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നതാണ്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും ഒരു അത്യാവശ്യ സൗകര്യത്തിൽ ഞാനിങ്ങനെ. അപ്പൊ എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഇപ്പൊ അടുത്ത സെപ്റ്റംബർ വരുമ്പോഴത്തേക്ക് 25 years ആവും. അങ്ങനെ ഒരു ചെറിയ ജീവിതത്തിന്റെ ഒരു തുടക്കം പോലെ ആണ്. അതായത് സംഗീതമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഞാനിങ്ങനെ വരാൻ സാധ്യത. പിന്നെ ഇഷ്ടംപോലെ സ്റ്റേജുകളിലേക്കിടെയും മറ്റേ ഗാനമേള അങ്ങനെയുള്ള കാര്യത്തിന് പോകുമായിരുന്നു. പിന്നെ ക്ലാസ്സിന് പോകുമായിരുന്നു. പിന്നെ ചർച്ച് കൊയർ അങ്ങനെയുള്ള കാര്യത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഇഷ്ടംപോലെ വർഷങ്ങൾ ഞാൻ ചർച്ച് കൊയറുമായിട്ട് ഇങ്ങനെ നടന്നായിരുന്നു. അപ്പം അതിൽ നിന്നാണ് എനിക്ക് മ്യൂസിക്കായിട്ടുള്ളൊരു ടാലന്റ് കിട്ടിയതും അങ്ങനെ ഇതിലേക്ക് വരാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ടായത്. ഇത്ര നേരം നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് വായിക്കാമോ? ഞാൻ ട്രൈ ചെയ്യാം. ചേട്ടാ, നേരത്തെ പറഞ്ഞു ഗിറ്റാർ വായിക്കുന്ന ആളാണെന്ന്. ഞാൻ ഈ കടയിട്ട് വന്നപ്പോ തന്നെ എന്റെ കണ്ണ് ചുറ്റും പോയത് ഫുൾ ഗിറ്റാറിലേക്കാണ്. ഈ ഒരു സെക്ഷൻ മൊത്തം ഗിറ്റാറാണ്. അത്രമാത്രം ഇഷ്ടമാണോ ഗിറ്റാർ? ഏത് കാലഘട്ടം മുതലാണ് ഗിറ്റാർ വായിച്ചു തുടങ്ങുന്നത്? ശരിക്കും ഞാൻ 8ാം ക്ലാസ് തൊട്ടാണ് ഗിറ്റാർ ഒരു ആവറേജ് വായന തുടങ്ങിയത്. അന്ന് തൊട്ട് നമുക്ക് ശരിക്കും ആദ്യമായിട്ട് ഞാനൊരു കൊയറിന് വായിക്കാനായിട്ട് ഒരു പള്ളിയിൽ ചെന്നു.
അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കൊയറിന് വായിച്ചു. അന്നൊരു ഹാപ്പി ആയിട്ട് ഞാൻ പോകുന്നത്. അന്ന് എനിക്ക് ആദ്യമായിട്ട് ഒരു 50 രൂപയാണ് കിട്ടിയത്. ആദ്യത്തെ കൊയറിന് കിട്ടുന്ന തുക അതാണ്. അന്നത്തെ കാലത്ത് അത് ആണ് കേട്ടോ ഏറ്റവും വലിയ തുകയത്. അങ്ങനെ ഞാൻ ഇതിലേക്ക് പിന്നെ പയ്യെ വന്നു. പിന്നെ കൊയറുകൾക്ക് പോകാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഗാനമേള ഒരു തുടക്കത്തിലേക്ക് പയ്യെ പോയി പ്രാക്ടീസൊക്കെ ചെയ്തു. ട്രൂപ്പിലേക്കൊക്കെ ചെന്നു. ഇവിടെ തൊടുപുഴ ഒരു സരിഗ സംഗീതാലയ എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അതിലേക്ക് പോയി പ്രാക്ടീസ് ചെയ്ത് ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകാൻ തുടങ്ങി. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇത് എന്താണെന്നും ഗിറ്റാറ് എൻ്റെ ആ ഒരു ടാലൻറ്റ്, അതായത് ഗിറ്റാറിലുള്ള ആ സൗന്ദര്യം ശരിക്കും ഞാൻ അന്നാണ് ആസ്വദിക്കുന്നത് ഗാനമേളയ്ക്കൊക്കെ വായിച്ചു തുടങ്ങിയിട്ട്. കാരണം നമുക്ക് ലീഡൊക്കെ വായിക്കേണ്ട അവസ്ഥകളുണ്ടല്ലോ. ഗിറ്റാറിന് ഇങ്ങനെ ലീഡൊക്കെ വായിച്ചതിന് ശേഷമാണ് പാട്ട് തുടങ്ങുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് ഇവിടെ എത്താൻ പറ്റിയതും. ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് എനിക്ക് വരേണ്ട സാഹചര്യം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെയാണ് എൻ്റെ യാത്ര, മ്യൂസിക്കുമായിട്ടുള്ള ഒരു യാത്ര. അതാണ് അങ്ങനെയാണ് ഗിറ്റാറിനോട് ഇത്രയും പ്രണയം തോന്നാൻ കാരണം. ഗിറ്റാറിനോട് അത്രയ്ക്ക് പ്രണയം വരാനുള്ള കാരണം അതാണ്. ഗിറ്റാറിന് ഒത്തിരി പ്രാധാന്യമുള്ള ഒരു പാട്ടാണ് ഇളയ നില എന്നുള്ള പാട്ട്, നമ്മുടെ ഇളയരാജ സാറിന്റെ. ആ പാട്ടിന്റെ BGM ഒന്ന് വായിക്കാവോ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്? മാക്സിമം ഞാൻ നോക്കാം, നന്നായിട്ട് വായിക്കാവുന്ന നോക്കാം. ഓക്കെ. ചേട്ടൻ ഇപ്പൊ നന്നായിട്ട് ഗിറ്റാർ വായിക്കുന്ന ഒരാളാണ്. ഇതൊരു മ്യൂസിക് കമ്പോസിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടോ? കുട്ടികളൊക്കെ ഗിറ്റാർ പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കമ്പോസിങ്ങിലേക്കൊക്കെ എത്താനായിട്ട് സാധ്യത ഒത്തിരി ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു മേഖലയിലേക്ക് എത്തിയിട്ടുണ്ടോ? കമ്പോസ് ചെയ്യാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ട്യൂൺ ചെയ്യുമ്പോൾ എനിക്ക് അത്രയ്ക്കൊരു ഇത് വന്നിട്ടില്ലായിരുന്നു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ കമ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്കിൻ്റെ കുറച്ച് സ്കെയിൽസുകൾ പഠിക്കണം. മേജർ സ്കെയിൽ, മൈനർ സ്കെയിലൊക്കെ പഠിച്ചെങ്കിലേ നമുക്ക് കമ്പോസിങ്ങിലേക്ക് എന്താണ് ഒരു പാട്ട് എങ്ങനെയാണ് ട്യൂൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് കമ്പോസിങ്ങിലൂടെ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും മേജർ സ്കെയില്, മൈനർ സ്കെയില് എന്താണെന്ന് ഞാൻ കുറച്ച് പഠിച്ച് വന്നു. പിന്നെ ആദ്യമായിട്ടൊരു പാട്ട് എങ്ങനെ ട്യൂൺ ചെയ്തു. ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആണ് ആദ്യമായിട്ട് ട്യൂൺ ചെയ്തത്. അത് നമ്മുടെ കെസ്റ്ററാണ് പാടിയത്. കെസ്റ്റർ പാടി അത് പാടിയ പാട്ട് അത് ഞാൻ ശരിക്കും ഇവിടെ ഉണ്ട് പാട്ട്. ഞാനത് വേണത് ശരിക്കും ഓർക്കുന്നില്ല. എന്നാലും കെസ്റ്ററാണ് എൻ്റെ പാട്ട് ആദ്യമായിട്ട് ട്യൂൺ ചെയ്തത്. പിന്നെ അതിനുശേഷം ഞാൻ മധുബാലകൃഷ്ണനെ കൊണ്ട് എൻ്റെ സ്വന്തം, അതായത് ഞാൻ തന്നെ എഴുതി തന്നെ ട്യൂൺ ചെയ്ത പാട്ട്
പഠിപ്പിച്ചു. ഓക്കെ. അങ്ങനെ പിന്നെ മധുബാലകൃഷ്ണന് ശേഷം പിന്നെയുള്ളത് നമ്മുടെ കൊല്ലം അഭിജിത്ത് പാടി, പിന്നെ വിൽസൺ പിറവം പാടി, അങ്ങനെ ഒരു 5-6 പേര് എനിക്ക് പാടാനായിട്ട്. പിന്നെ ഞാൻ ഓണപ്പാട്ടും ചെയ്തിട്ടുണ്ട്, കവിത ട്യൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതായത് ക്രിസ്ത്യൻ ഡിവോഷണൽ ആദ്യം ചെയ്തിരുന്നു, അത് ചെയ്ത ഒരു 5-6-7-8 പാട്ടോളം ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്തതിന് ശേഷം പിന്നെ ഓർത്ത് ഞാൻ ഇതുവരായിട്ടും ഹിന്ദു ഡിവോഷണൽ ചെയ്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഹിന്ദു ഡിവോഷണലിലെ ഇപ്പം ഒരു 2 പാട്ടോളം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഏറ്റവും ലാസ്റ്റ് ചെയ്തിരിക്കുന്ന മധുബാലകൃഷ്ണൻ ട്യൂൺ ചെയ്ത പാട്ടാണ്, ദേവി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്. അതും ഞാൻ തന്നെയാണ് എഴുതി ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പുറത്ത് വിട്ടിട്ടില്ല, റിലീസാക്കിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, അപ്പൊ നമുക്കൊരു പാട്ടായാലോ ചേട്ടൻ്റെ? അപ്പൊ ചേട്ടന്റെ ഫാമിലിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, അപ്പൊ നമുക്ക് ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഫാമിലി അതായത് അച്ഛൻ ഇല്ല, അച്ഛൻ മരിച്ചുപോയിട്ട് കുറേ നാളായി. പിന്നെ അമ്മയുണ്ട്. അമ്മ ഇപ്പോൾ പ്രായമൊക്കെ ആയി, ഒരു 90 വയസ്സോടൊക്കെ ആയിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക്. പിന്നെ വൈഫ്, പിന്നെ 2 പെൺകുട്ടികൾ. അതിലൊരാൾ മ്യൂസിക് ടീച്ചറാണ്, MA ഒക്കെ പഠിച്ച അവിടെ സ്കൂളിൽ ജോലിയാണ്. പിന്നെ ഇളയാള് നേഴ്സ്, അവള് UK. അപ്പൊ അങ്ങനെ 2 കുട്ടികളാണ് എനിക്ക്. ആണല്ലേ? അപ്പൊ നമ്മുടെ ഈ കടയിൽ എത്ര സ്റ്റാഫ്സ് ഉണ്ട്? കടയിൽ നമുക്ക് 2 സ്റ്റാഫാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ചിലപ്പോൾ ആവശ്യം വന്നാൽ ചിലപ്പോൾ 1-2 പേരൊക്കെ വിളിക്കാറുണ്ട് ഇവിടുത്തെ കാര്യത്തിന് വേണ്ടിയിട്ട്. ഇപ്പം 2 പേര് സ്ഥിരമായിട്ടുണ്ട് എനിക്ക്. ആണല്ലേ? ഒരാൾ അക്കൗണ്ടായിട്ടും ഒരാൾ പിന്നെ ഇവിടുത്തെ എല്ലാം നോക്കുന്ന ഒരു പയ്യനുണ്ട്. അങ്ങനെ ഇവിടെ അടുത്തുള്ളവര് തന്നെ? ഇവിടെ അടുത്തുള്ളവർ തന്നെ, ഇവിടെ ദൂരമൊന്നുമില്ല, ഇവിടെ അടുത്ത് തന്നെ, ടൗൺ ഏരിയ തന്നെ ഉള്ളത്. അപ്പൊ നമ്മുടെ കടയുടെ ലൊക്കേഷൻ കൃത്യമായിട്ട് എവിടെയാ വരുന്നത്? ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ ടൗണിന്റെ നടുക്ക് തന്നെയാണ്. അതായത് നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് ചേർന്ന് തന്നെ കോതായിക്കുന്ന് എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ, 4 കൂടിയ ഒരു ജംഗ്ഷനാണ് കോതായിക്കുന്ന്. അതിന്റെ തൊട്ട് ചേർന്ന് തന്നെ യാക്കോബായ ചർച്ചുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡുണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആണ് എൻ്റെ ഷോപ്പ്, മ്യൂസിക് ലാൻഡ് എന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പൊ പ്രേക്ഷകർ കേട്ടല്ലോ അല്ലെ, തൊടുപുഴ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ മ്യൂസിക് പരമായി എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മ്യൂസിക് ലാൻഡിൽ വന്നാൽ മതി. നമ്മുടെ സ്വന്തം മോഹൻ ചേട്ടന്റെ കടയാണ്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കൊടുക്കാം, കോണ്ടാക്ട് ചെയ്യണേ ചേട്ടാ. അപ്പൊ നമ്മുടെ സാംസ് മീഡിയയുടെ സാംസ് ടോക്സ് എന്ന പ്രോഗ്രാമാണ്. സാംസ് മീഡിയയിലെ ജോൺസൺ ചേട്ടനായിട്ട് എങ്ങനെയാണ് പരിചയം? ജോൺസനായിട്ട് ഇപ്പൊ ഏകദേശം ഒരു 10-12 വർഷത്തോളമായിട്ട് ഉള്ള പരിചയം ശരിക്കും. കാരണം പുള്ളി ഇവിടെ വന്ന് ഞങ്ങൾ ഒന്നിച്ച് കൂടിയിട്ടുണ്ട്, ഒന്നിച്ചിരുന്ന് വായിക്കാറുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടംപോലെ പർച്ചേസിങ് ചെയ്യാറുണ്ട്. സാധനങ്ങളെല്ലാം എടുത്തുണ്ട്, കീബോർഡ്, ഗിറ്റാറ്, വയലിന്, അങ്ങനെയൊക്കെ എല്ലാ സാധനവും എടുത്ത് തന്നെ സഹകരിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ജോൺസൺ. നല്ല കളറുള്ള വയലിൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ എല്ലാത്തരം പുള്ളി ചോദിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ അത്യാവശ്യം കളക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള
പരിചയമാണ്, ബന്ധമാണ്. അത് മ്യൂസിഷ്യന്മാരുമായിട്ട് ശരിക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ചെറിയ ബന്ധം അല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ചേട്ടാ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാറായി. അപ്പൊ നമുക്കൊരു പാട്ടായാലോ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും അറിയാം ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഷോപ്പാണെന്ന്. ചേട്ടൻ സംഗീതത്തെ ഒത്തിരി ഒത്തിരി സ്നേഹിക്കുന്ന ഒരാളാണ്. ചേട്ടൻ വന്ന വഴികളും അതുപോലെ ചേട്ടന്റെ അനുഭവങ്ങളും എല്ലാം നമ്മളോട് പങ്കുവെച്ചു. ചേട്ടന്റെ സാം സ്റ്റോക്സിന്റെയും നമ്മുടെ പ്രേക്ഷകരുടെയും പേരിൽ ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളിവിടെ വന്ന് എൻ്റെ ഈ കടയുടെ, അതായത് മ്യൂസിക് ലാൻഡിൻ്റെ എല്ലാ കാര്യത്തിലും ഷൂട്ട് ചെയ്യുകയും എല്ലാ കാര്യത്തിലും പങ്കെടുത്തതിലും എന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.